ഇതാ ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് 22 ശതകോടീശ്വരന്മാരുടെ കയ്യിലുള്ള മേജർ ചങ്ക് സ്വത്തിൻ്റെ 1% കിട്ടിയാൽ ഈ പാവങ്ങളുടെ പ്രശ്നം തീരും, ഞങ്ങളത് ചെയ്യും. കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമല്ല, എൻ്റെ ജീവിത ലക്ഷ്യമാണ്, ഞങ്ങളത് ചെയ്യും എന്ന് പറയുകയാണ്. പക്ഷേ അത് ഈ ഇത്തരത്തിൽ സാമ്പത്തികത്തിന് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി മംഗലസൂത്രം പൊട്ടിച്ചെടുത്ത് അപ്പുറത്തുകൊണ്ട് കൊടുക്കലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മുന്നിൽ പ്രതിരോധിക്കാൻ തക്ക മറുപടിയാണോ അത്, അബിൻ? അതായത് ഹാഷ്മി, ഒന്നാമത് ബി ജെ പിക്കാർ ഇതുപോലെ നുണയും കള്ളവും പച്ചയ്ക്ക് പറഞ്ഞ് അത് കേട്ട് മടുത്തിട്ടാണ് ഈ ദേശീയ മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് പോലും കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിപ്പോൾ ഞാൻ ഹാഷ്മിയുടെ ഫോണിലായിട്ട് 2 ഫാക്ട് ചെക്ക്, ഒന്ന് ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കും, 2 NDTVയുടെ, ഏത് NDTVയുടെ, അദാനിയുടെ NDTVയുടെ ഫാക്ട് ചെക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഈ 2 ഫാക്ട് ചെക്കിലും നരേന്ദ്രമോദി വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞതിലെ ഫാക്റ്റാണ് പറയുന്നത്. ഒന്നാമത്തേതിൽ രാഹുൽ ഗാന്ധി ഈ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് എക്സ്റേ, അതായത് ഈ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് എടുത്ത് മൈനോറിറ്റിക്ക് കൊടുക്കും, മുസ്ലിമിന് കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഫാക്ട് ചെക്ക്. ആ ഫാക്ട് ചെക്ക് പറഞ്ഞത് എന്താ? അദ്ദേഹം കൃത്യമായി ഈ നാട്ടിലെ ദളിതൻ, ഈ നാട്ടിലെ ആദിവാസി, ഈ നാട്ടിലെ പാവപ്പെട്ടവൻ, ഈ നാട്ടിലെ മൈനോറിറ്റി, ഇവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കും എന്ന് പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. മാത്രം നിങ്ങൾ ചാഞ്ഞിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമില് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിനിടയിൽ സംസാരിച്ചപ്പോ ഹാഷ്മി ഒരു അക്ഷരം കൊണ്ടുപോലും എതിർത്തില്ല. പറഞ്ഞില്ല. ഇത് ജനാധിപത്യ ചർച്ചയല്ലേ, ഇടപെടലുകൾ ഉണ്ടാവും, അത് സ്വാഭാവിക. അബിൻ പറയൂ. താങ്കൾ ഹാഷ്മിയോടും എന്നോടും നമ്മൾ ചർച്ചയുടെ മാന്യതയെ കുറിച്ച് ഞാൻ പറയട്ടെ താങ്കൾ ഹാഷ്മിയോടും എന്നോടും കഴിഞ്ഞ താങ്കളുടെ അവസരത്തിൽ ഈ ചർച്ചയുടെ മാന്യതയുടെ ഒരു ചെറിയ ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കേട്ട് ഞാൻ മിണ്ടാതിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആ ക്ലാസ് എടുത്ത അധ്യാപകനിൽ നിന്ന് ഒരു മിനിമം മാന്യത ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാം. ഇനി പറയട്ടെ, ഞാൻ പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ അയച്ച ഫാക്ട് ചെക്ക് പ്രിയപ്പെട്ട ഹാഷ്മി, ഇതിനകത്ത് ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഇതിനകത്ത് ഇവർ ചെയ്തത് ഈ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് എടുക്കും, എന്നിട്ട് മൈനോറിറ്റിക്ക് മാത്രം കൊടുക്കും എന്ന് എഡിറ്റഡ് വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കി സംഘപരിവാർ ക്യാമ്പയിൻ നടത്തി. അതിനകത്തുനിന്ന് ദളിതരെ മാറ്റി, അതിനകത്തുനിന്ന് ആദിവാസികളെ മാറ്റി, അതിനകത്തുനിന്ന് പാവപ്പെട്ടവരെ മാറ്റി. ആ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംഘപരിവാർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു. എന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചു. അതാ കേട്ടില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്തിന്റെ സ്വത്തെടുത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം എന്ന വാക്കുപോലും രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വന്ന പച്ച നുണ, തീ പിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞിട്ട് ആ വർഗീയത വീണ്ടും ഛർദ്ദിക്കാൻ വേണ്ടി ഇവിടെ BJPയുടെ വക്താക്കൾ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ മുതലാളി, ഏത് നരേന്ദ്രമോദിയുടെ മുതലാളിയായ അദാനിയുടെ ചാനൽ NDTVയുടെ ഫാക്ട് ചെക്ക് ഞാൻ രണ്ടാമത് ഇപ്പോൾ ഹാഷ്മിക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ് പറയുന്നതെന്നും ഞങ്ങൾ എന്താണ് പറയുന്നതെന്നും അതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് സംസാരിക്കുന്നത്. ഹാഷ്മി മനസ്സിലാക്കണം, ഈ രാജ്യത്തെ 60% വെൽത്തിരിക്കുന്നത് 5% വ്യക്തികളുടെ കയ്യിലാണ്. ഈ രാജ്യത്തെ 40% സ്വത്തിരിക്കുന്നത് 1% ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. ഈ രാജ്യത്തെ 3% മാത്രമാണ് ഈ രാജ്യത്തെ 50% ആളുകളുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കാർഷിക വായ്പയാണ് എഴുതി തള്ളിയതെങ്കിൽ ഇവരുടെ സർക്കാർ ഉണ്ടായപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കുത്തനെ കുറച്ചു. അത് മാത്രമല്ല, കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളി. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സുകൾ വർദ്ധിപ്പിച്ചു മേടിപ്പിച്ചു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ രാജ്യത്തെ ദരിദ്രന്മാരും ശതകോടീശ്വരന്മാരും തമ്മിലുള്ള റേഷ്യോ അത് വർദ്ധിച്ചു വരികയാണ്. ഈ രാജ്യത്തെ ഹങ്കർ ഇൻഡെക്സ് അത് വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. 65 നിന്ന് 125 പോയത്. അപ്പോൾ ഈ രാജ്യത്തെ ആളുകളെ, പാവപ്പെട്ടവരെ, അവരെ സംരക്ഷിക്കുന്നതിന്
ഒരാളുടെ കയ്യിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഇവരുടെ സാമ്പത്തിക നയം പൊളിച്ചടുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ എല്ലാവരിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാമ്പത്തിക നയം ഞങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് ഞങ്ങൾക്ക് ക്ലാരിറ്റി കുറവില്ല. ഒന്ന്. ഇനി രണ്ട്, ഇപ്പോ യുവരാജ് ഗോകുലൂടെ പറഞ്ഞു BJPയുടെ നിലപാട് പറയേണ്ടത് നരേന്ദ്രമോദി, അമിത്ഷായും JP നഡ്ഡയും മാനിഫെസ്റ്റോയുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുമാണ്. ഇവരാരെങ്കിലും ഇൻഹെറിറ്റൻസ് ടാക്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇവരാരെങ്കിലും ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെന്താ നിങ്ങൾ ഇട്ടാൽ മാത്രം ബർമൂഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളസം എന്നുള്ള ഡയലോഗൊന്നും ഇവിടെ വേണ്ട. അതുകൊണ്ട് വീണെടുത്ത് കിടന്ന് ഉരുണ്ട് ആ ഉരുണ്ട ചെളി മുഴുവൻ മേത്ത് ഇനിയും വരത്താൻ ശ്രീ യുവരാജ് ഗോകുൽ ശ്രമിക്കേണ്ട. ഇനി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഒരു മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യഘട്ടത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അവരിലേക്ക് പോയ കാരണം പിന്നെ എനിക്ക് അവസരം ലഭിച്ചില്ല. ശ്രീമതി BP ദിവ്യ ഇവിടെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ വേട്ടയും സൈബർ ആക്രമണവും നേരിട്ടത് ഇന്ന് പിണറായി വിജയനാണെന്ന്. അദ്ദേഹത്തിന് ഒരു മിനിമം ബോധമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ മരിച്ചുപോയി 1 കൊല്ലം മുമ്പ്. അദ്ദേഹത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? നട്ടാൽ കളിക്കാത്ത നുണകളുമായി നിങ്ങളുടെ സൈബർ സംഘവും നിങ്ങളുടെ മാധ്യമ സംഘവും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഈ നാട്ടിലെ തെരുവീതികളിലിട്ട് അധിക്ഷേപിച്ച് അപഹസിച്ചതിന്റെ 10-1 ഈ പിണറായി വിജയൻ ഏറ്റുവാങ്ങിയിട്ടില്ല. ശ്രീമതി BP ദിവ്യ, നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് വേണം പറയാൻ. പിന്നെ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടിൽ കഴിഞ്ഞ ഇടയ്ക്ക് പരസ്യമായി ഒരു മറിയക്കുട്ടി ചേട്ടത്തിയോട് മാപ്പിരക്കേണ്ടി വന്ന ഒരേ ഒരു പത്രമേ ഉള്ളൂ. ആ പത്രം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രം ദേശാഭിമാനിയ. പച്ച നുണ. മറിയക്കുട്ടി ചേട്ടത്തിക്ക് ആയിരക്കണക്കിന് ലക്ഷങ്ങളുടെ സ്വത്തുണ്ട്. മറിയക്കുട്ടി ചേട്ടത്തിയുടെ മോള് വിദേശത്ത് ജോലി ചെയ്യുന്നു. എന്നിട്ട് അവർ പിച്ചച്ചട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞ് ദേശാഭിമാനി റിപ്പോർട്ട് എഴുതി അവർ കേസ് കൊടുക്കാൻ നേരത്ത് പച്ചയ്ക്ക് നാണവും ഉളുപ്പും ഇല്ലാതെ ഈ സമൂഹത്തിൽ വന്ന് മാപ്പിരുന്ന പത്രത്തിന്റെ ഉടമകൾ വന്ന് ഞങ്ങളെ പത്രധർമ്മം പഠിപ്പിക്കാൻ വരണ്ട. അപ്പോ പറഞ്ഞു പഠിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ആര്? BP ദിവ്യ നികേഷ് കുമാറിന് വോട്ട് പിടിച്ച അതേ നികേഷ് കുമാറാണ് അത് ഏറ്റുവാങ്ങിയത് എന്നുള്ളത്